മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഒരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാവേ. ഇത് ചോറിൻ്റെ കൂടെ വളരെ ചേർന്ന് പോകുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ട് നല്ലൊരു പീസ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുവാണേ. പിന്നെ വൻപയർ നമ്മൾ ഒരു 4 വിസിലടിച്ച് വേവിച്ച് വെച്ചേക്കുക. പിന്നെ അരയ്ക്കാനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ, ഒരു 3 ചുവന്നുള്ളി, മിക്സിയുടെ ചെറിയ ജാർ എടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് നന്നായിട്ട് അരയണം. ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 3 പച്ചമുളകും കൂടി ഇട്ട് അരച്ചത് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ആ മുളകും കൂടി ഇട്ട് വേണം നമ്മൾ അരയ്ക്കാൻ. ഇത് അരച്ച് വെച്ചിട്ട് ഇനി ഈ വെന്ത വൻപയറില്ലേ, അതിലേക്ക് നമ്മൾ ഈ മത്തങ്ങയും കൂടി ഇട്ട് ഒരു വിസിൽ, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കണേ. അന്നേരത്തിന് ഈ മത്തങ്ങയും കൂടെ നന്നായിട്ട് വേവും. എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ഇതിനകത്തോട്ടാക്കാൻ. നമ്മുടെ മത്തങ്ങയും പയറും കൂടെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഈ അരപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ്, ഇതുവരെയും ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഇതൊന്ന് തിളച്ച് ഈ അരപ്പൊന്ന് വെന്താൽ മതി. ഇനി 2 മിനിറ്റ് തിളയ്ക്കണം. അന്നേരത്തേന് ഈ തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി എരിശ്ശേരി റെഡിയാവുമേ. ഇത് നല്ല ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് നമ്മളിപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കുറുകും. എരിശ്ശേരിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചെറുപയറും പച്ചത്തേക്കായും കൂടി ഇട്ട എരിശ്ശേരി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതാണേലും നമ്മളിതുപോലെ ഇപ്പോൾ ഇത്രയും ലൂസായിട്ടിരിക്കുന്നതാണേലും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകുവേ. അപ്പോൾ അങ്ങ് തീരെ വെള്ളം ഇല്ലാതിരിക്കരുത്, കുറച്ച് വെള്ളമാകാം. ഉപ്പൊക്കെ നോക്കിക്കോണം. അവരവരുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൊടുക്കണേ. ചിലർക്ക് ഉപ്പ് ഇച്ചിരി കുറവ് മതി, ചിലർക്ക് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. ഇതൊന്നും തിളച്ചാൽ മതി. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുത്താൽ മതി. ഇത് തിളയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് തിളച്ചാൽ മതി. നമ്മൾ ഏത് അരപ്പിട്ടാലും അതിനൊരു ഒരു മണവും ഒരു രുചിയും ഒക്കെ ഉണ്ടാകും. അതൊന്ന് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറും. 2 മിനിറ്റ് വെച്ചാൽ മതി. നമ്മുടെ ഇത് ഒരു 3 മിനിറ്റോളം തിളച്ചു. ഇതിപ്പോൾ അരപ്പെല്ലാം വെന്തു നല്ല പാകത്തിനായേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണേ. കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ ഇതിനകത്ത് വറുത്തിടുന്നുണ്ട്. അപ്പം ഒരു സ്വല്പം എണ്ണയും കൂടെ വേണം. ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ചാറ് കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതുപോലെ എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി ആണേലും ചെറുപയർ എരിശ്ശേരി ആണേലും ചാറ് കറിയല്ലേ, സുഖമായിട്ട് നമുക്ക് എരിശ്ശേരി കൂട്ടി കഴിക്കാം കേട്ടോ. ഇതൊരു കുറച്ചൊരു എന്താ പറയുന്നത്, ഒരുപാടങ്ങ് ലൂസും അല്ല, ഒരുപാടങ്ങ് തിക്കും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് കറിയാണ് എരിശ്ശേരി. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അത് കൂട്ടി കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഉള്ളത് കടുക് എടുത്ത് ആദ്യം ഇടും. എണ്ണ ഇങ്ങനെ അതിൻ്റെ ബബിള് വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എണ്ണ അങ്ങ് ചൂടായി സെറ്റായി കിടക്കുകയെന്ന്. പക്ഷേ ചിലപ്പോൾ ഇങ്ങനത്തെ അബദ്ധം പറ്റും. അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ അല്ലേ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്
കൂട്ടത്തിൽ വറ്റൽമുളക് 1-2 അങ്ങ് മുറിച്ചിട്ടാൽ മതി. ഈ എണ്ണയ്ക്കകത്ത് ഈ വറ്റൽമുളക് കിടന്ന് ഇപ്പം മോര് കാച്ചിയതിനാണേലും ഒഴിച്ചേറിക്കാണേലും അല്ലാതെ ഇതുപോലത്തെ എരിശ്ശേരിയൊക്കെ ആണേലും ഈ വറ്റൽമുളകും കൂടി ഇടുമ്പോഴേ അതിനൊരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഈ വറ്റൽമുളക് ഇതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക. അതിനുശേഷം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നുണ്ട് ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയ ഒത്തിരി കരിഞ്ഞൊന്നും പോകണ്ട. ആയി കഴിയുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണേ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകണം തേങ്ങ, എന്നിട്ട് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഈ തേങ്ങയും എല്ലാം കൂടെ അങ്ങോട്ട് മൂക്കുമ്പോഴുണ്ടല്ലോ നല്ല ഫ്ലേവറാണ്. ഇത് മൂത്ത് വരാനൊരു 2 മിനിറ്റ് എടുക്കും. അത് നമ്മൾ ഇടയ്ക്ക് ഇന്ന് സിമ്മിലാക്കി വെച്ചു, പിന്നെ ഇച്ചിരിയും കൂടെ കൂട്ടി അങ്ങനെയൊക്കെയാണ്. കാരണം ഈ തേങ്ങ കരിഞ്ഞു പോകരുതല്ലോ. അത് കാരണം തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കണം. എന്നും ഒരേപോലത്തെ കറികൾ കൂട്ടരുത്. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കറികൾ കൂട്ടണം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടം തോന്നും. ഒരേ കറി തന്നെ എന്നും കഴിക്കുമ്പോൾ മടുപ്പ് തോന്നും. നമുക്ക് ആർക്കാണേലും മടുപ്പ് തോന്നും. അങ്ങനല്ലേ വീട്ടിലെ ഭക്ഷണം മടുക്കുമ്പോഴെല്ലാവരും പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് മാറി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ അതുപോലെ ടേസ്റ്റ് മാറ്റിയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാണേലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കും. അതൊരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി തീ കൂട്ടി കൊടുത്ത് ഒന്ന് മൂത്ത് വരാനേ. നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ടേ, എന്നാൽ കരിയും ചെയ്യരുത് കേട്ടോ. അത് ഇപ്പോൾ മൂത്ത് വന്ന് ഞാൻ സിമ്മിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, ഇതിൽ കൂടുതലങ്ങ് മൂക്കരുത്. ഇനി നമുക്ക് എരിശ്ശേരിക്കകത്തോട്ട് മത്തങ്ങ വെന്തതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2-3 മിനിറ്റ് അങ്ങ് എപ്പോഴും ഞാൻ ചെയ്യുന്ന കണക്ക് അടച്ച് വെച്ചേക്ക്. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടപ്പം അങ്ങ് ഇറങ്ങും. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അധികം താമസമൊന്നുമില്ല. മത്തങ്ങയും പയറും കൂടെ നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ, അതുപോലെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ചാറ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ, അത് ഫിഷാകാം, ബീഫോ ചിക്കനോ, എന്ത് ഫ്രൈ ഐറ്റത്തിൻ്റെ കൂടെയും ഇത് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.